വെൽക്കം ഓൾ എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജെ.കെ ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസിങ് നാൻഡ് ഗേറ്റ് എന്നുള്ളൊരു എക്സ്പെരിമെൻ്റാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ജെ.കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് നാൻഡ് ഗേറ്റ് വെച്ച് വരച്ചിട്ടുള്ള ഫിഗറുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ട്രൂത്ത് ടേബിളും നമ്മൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് രണ്ട് ഇൻപുട്ട് കണ്ടീഷനാണ് ഉണ്ടായിരിക്കുക. ജെയും കെയും ആണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഔട്ട്പുട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് Qn+1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. Qn+1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രസൻറ്റ് ഔട്ട്പുട്ട് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ജെയും കെയും വെച്ചിട്ട് നമ്മൾ 0 കണ്ടീഷനിൽ നമുക്ക് Qn ആണ് ഔട്ട്പുട്ട് എന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് പ്രീവിയസ് കണ്ടീഷനാണ്. 0 1 എന്ന് പറഞ്ഞാൽ 0, 1 0 എന്ന് പറഞ്ഞാൽ 1 ഔട്ട്പുട്ട്, 1 1 എന്ന് പറഞ്ഞാൽ Qnൻ്റെ കോംപ്ലിമെൻ്റ് ആണ് കിട്ടുന്നത്. അതായത് പ്രീവിയസ് കണ്ടീഷൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് 1 1ൽ കിട്ടുന്നത്. ഇതിനെ നമുക്ക് ടോഗിൾ സ്റ്റേറ്റ് എന്ന് വേണമെങ്കിലും പറയാനായിട്ട് പറ്റും. അപ്പം 1 1ൽ നമുക്ക് കിട്ടുന്നത് Qn ബാർ ആണ്, അതായത് പ്രീവിയസ് ഔട്ട്പുട്ടിൻ്റെ കോംപ്ലിമെൻറ്റ്. ഇനി 0 കണ്ടീഷനിൽ നമുക്ക് പ്രീവിയസ് കണ്ടീഷൻ കാണണമെങ്കിൽ അതിന് മുന്നിൽ നമുക്ക് 0 1 കണ്ടീഷൻ കൊടുത്താൽ നമുക്ക് 0 ആണ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെങ്കിൽ 0 ഇനി നമ്മൾ ഇൻപുട്ട് സെറ്റ് ചെയ്താൽ നമുക്ക് കിട്ടേണ്ട ഔട്ട് എന്തായിരിക്കും? 0. പ്രീവിയസ് എന്താണോ നമ്മൾ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ഔട്ട്പുട്ടാണ് 0 കണ്ടീഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 0 1 1 0 അങ്ങനെ ഒരു കണ്ടീഷൻ ഇട്ട് കൊടുത്തിട്ട് ആ ഔട്ട്പുട്ട് 0 വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ 1 1 കൊടുക്കുമ്പോൾ പ്രീവിയസ് ഉണ്ടായിരുന്ന ഔട്ട്പുട്ടിൻ്റെ കോംപ്ലിമെൻ്റ് ആണോ വരുന്നതെന്നും ചെക്ക് ചെയ്യുക. ടോഗിൾ സ്റ്റേറ്റ് ആണോ എന്ന് നോക്കുക. സോ നമ്മുടെ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഈ ഒരു ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആദ്യം ഇരിക്കുന്ന നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ 3 ഇൻപുട്ടുള്ള നാൻഡ് ഗേറ്റ് ആണ് കാണാൻ പറ്റുക. അതുപോലെ 2 ഇൻപുട്ടുള്ള നാൻഡ് ഗേറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ 7410 ആണ് 3 ഇൻപുട്ടുള്ള നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. 7410 യൂസ് ചെയ്തിട്ടായിരിക്കണം ഈ രണ്ട് നാൻഡ് ഗേറ്റുകൾ ചെയ്യുക. സോ 7410 എന്ന് പറയുന്നത് 3 ഇൻപുട്ടുള്ള നാൻഡ് ഗേറ്റിൻ്റെ IC നമ്പറാണ്. ഇനി 7400 ആണ് നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന 2 ഇൻപുട്ടുള്ള നാൻഡ് ഗേറ്റിൻ്റെ IC നമ്പർ എന്ന് പറയുന്നത്. സോ നാൻഡ് ഗേറ്റ് ആണെങ്കിൽ പോലും പിൻ നമ്പർ വെച്ചിട്ട് നമുക്ക് IC വ്യത്യാസമുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ പിൻ ഔട്ട് ഡയഗ്രാം എടുത്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് IC നമ്പർ മാർക്ക് ചെയ്യാം. നമുക്കറിയാം 3 ഇൻപുട്ടുള്ള നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ 7410 ആണ്. 7410ൻ്റെ ഒരു പിൻ ഔട്ട് ഡയഗ്രാം എടുക്കുകയാണെങ്കിൽ ഒരു ICക്കകത്ത് 3 നാൻഡ് ഗേറ്റ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. നമ്മുടെ ഫിഗറിൽ നമുക്ക് 2 നാൻഡ് ഗേറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം നമുക്ക് അതനുസരിച്ചിട്ട് ഏതെങ്കിലും 2 നാൻഡ് ഗേറ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ഗേറ്റ് എടുക്കുകയാണെങ്കിൽ 1 2 13 ആണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. 1 2 13 ആണ് ഇൻപുട്ട് സൈഡിൽ വരുന്നത്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 12 ആണ്. അത് ആ പിൻ ഔട്ട് ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ഗേറ്റ് എടുക്കുവാണെങ്കിൽ 3 4 5 ആണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. 6 ആണ് ഔട്ടായിട്ട് വരുന്നത്. സോ ആ ഒരു പിൻ നമ്പർ നമ്മൾ മാർക്ക് ചെയ്തു കഴിഞ്ഞു. ഈ രണ്ടെണ്ണം ഒരു 7410 ICക്കകത്ത് ചെയ്യാവുന്നതാണ്. ഇനി 2 ഇൻപുട്ടുള്ള നാൻഡ് ഗേറ്റിൻ്റെ പിൻ ഔട്ട് ഡയഗ്രാം എടുക്കുകയാണെങ്കിൽ 4 ഗേറ്റാണ് ഒരു ICക്കകത്തുള്ളത്. അതിൽ നിന്ന് ഏതെങ്കിലും 2 ഗേറ്റാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഫസ്റ്റ് ഗേറ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ 1 2 3 ഇൻപുട്ടായിരിക്കും. 1 2 ഇൻപുട്ടായിരിക്കും, 3 ഔട്ട്പുട്ടായിരിക്കും. അതുപോലെ 4 5 ഇൻപുട്ടായിരിക്കും. 6ൽ നിന്നായിരിക്കും നമ്മൾ ഔട്ട് എടുക്കുക. IC നമ്പർ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. പിൻ ഔട്ട് ഡയഗ്രാം വെച്ചിട്ട് IC നമ്പർ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ 2 IC ബ്രെഡ് ബോർഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നോച്ച് നോക്കി പ്ലേസ് ചെയ്യുക എന്നുള്ളത് നേരത്തുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് ഇരിക്കുന്ന IC 7410യും സെക്കൻഡ് ഇരിക്കുന്നത് 74002 ഇൻപുട്ടുള്ള IC ആയിട്ടാണ് ഞാൻ പ്ലേസ് ചെയ്തേക്കുന്നത്. ആദ്യത്തെ 2 ഗേറ്റ്, അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് എന്ന് മാർക്ക് ചെയ്യുക. ഫസ്റ്റ് ICക്കകത്താണ് ഈ 2 ഗേറ്റ് ഉള്ളത്. സെക്കൻഡ് ICക്കകത്താണ് ഈ 2 ഗേറ്റ് ഉള്ളത്. അത് നമുക്ക് കണക്ഷൻ ചെയ്യാൻ എളുപ്പത്തിന് ആ ഒരു ഫസ്റ്റ് സെക്കൻഡ് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി 2 ICക്കും അതിൻ്റെ 7th പിന്ന് തമ്മിൽ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൗണ്ട് കണക്ഷൻ കൊടുക്കാം. 2 ICയുടെയും 7th പിന്നാണ് ഗ്രൗണ്ടായിട്ട് വരുന്നത്. അതുപോലെ 2 ICയുടെയും 14th പിന്നാണ് VCC കണക്ഷനായിട്ട് വരുന്നത്. സോ അത് നമ്മൾ ഷോർട്ട് ചെയ്ത് വെച്ചു.
ഇനി നമുക്ക് 2 ഇൻപുട്ട് ജെയും കെയും എന്ന് പറഞ്ഞിട്ട് 2 ഇൻപുട്ട് കണക്ട് ചെയ്യണം. അതോടൊപ്പം ഒരു ക്ലോക്ക് കണക്ഷൻ കണക്ട് ചെയ്യണം. ഓക്കെ. അപ്പം നമുക്ക് ആ ഒരു ക്ലോക്കിൻ്റെ കണക്ഷൻ ചെയ്യാം. ക്ലോക്കിൻ്റെ കണക്ഷൻ ചെയ്യുമ്പോൾ നോക്കിയേ, ഫസ്റ്റ് ഐസിയുടെ തന്നെ 2ഉം 4ഉം കൂടി ഷോർട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ആ പോയിന്റിലേക്കാണ് ഇനി എന്ത് കൊടുക്കേണ്ടത്? ക്ലോക്ക് കണക്ഷൻ കൊടുക്കേണ്ടത്. എക്സ്റ്റേണൽ കണക്ഷൻസ് നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ. ഇനി ഒരു കണക്ഷൻ നോക്കിയേ, ഫസ്റ്റ് ഐസിയുടെ 12th പിന്നിൽ നിന്ന് സെക്കൻഡ് ഐസിയുടെ ഫസ്റ്റ് പിന്നിലേക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. സോ ഫസ്റ്റ് ഐസിയുടെ 12th പിന്നിൽ നിന്ന് സെക്കൻഡ് ഐസിയുടെ ഫസ്റ്റ് പിന്നിലേക്കുള്ള കണക്ഷൻ നമ്മൾ ചെയ്തു. നമ്മൾ മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ചെയ്ത പോർഷൻസ് ഓർമ്മ വരുന്നതാണ്. സോ ഇനി ഫസ്റ്റ് ഐസിയുടെ 6th പിന്നിൽ നിന്ന് സെക്കൻഡ് ഐസിയുടെ 5th പിന്നിലേക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. ആ ഒരു കണക്ഷനും നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അത്രയായിട്ടുണ്ട്. ഇനി എന്താണ് കണക്ഷൻ എന്ന് നോക്കിയേ, ഫസ്റ്റ് ഐസിയുടെ ഫസ്റ്റ് ഐസിയുടെ സെക്കൻഡ് ഐസിയുടെ സെക്കൻഡ് പിന്നിൽ ഫസ്റ്റ് ഐസിയുടെ 13th പിന്നിൽ നിന്ന് ഒരു കണക്ഷൻ വരുന്നുണ്ട്. സോ ആ ഒരു കണക്ഷൻ നോക്കി കണക്ട് ചെയ്യാം. ഫസ്റ്റ് ഐസിയുടെ 13th പിന്നും സെക്കൻഡിൻ്റെ സെക്കൻഡ് പിന്നും. ഓക്കെ, ആ ഒരു കണക്ഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി എന്താണ്, ഫസ്റ്റ് ഐസിയുടെ 3rd പിന്നും സെക്കൻഡ് ഐസിയുടെ 4th പിന്നും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. സോ നമ്മൾ മാർക്ക് ചെയ്ത് പോവുക. അതാണ് നമുക്ക് ഏതൊക്കെ പോർഷൻ ചെയ്തു എന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് ഐസിയുടെ 3rd പിന്നും സെക്കൻഡ് ഐസിയുടെ 4th പിന്നും കൂടി ഉള്ള കണക്ഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, സെക്കൻഡ് ഐസിയുടെ തന്നെ സെക്കൻഡ് പിന്നും 6th പിന്നും കൂടി ഒരു കണക്ഷനുണ്ട്. സെക്കൻഡ് ഐസിയുടെ സെക്കൻഡ് പിൻ ആൻഡ് 6th പിൻ. ഓക്കെ, ആ ഒരു കണക്ഷൻ ചെയ്യുക. സെക്കൻഡ് ഐസിയുടെ സെക്കൻഡ് പിന്നും സെക്കൻഡ് ഐസിയുടെ തന്നെ 6th പിന്നും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള കണക്ഷൻ ഏതാ, സെക്കൻഡ് ഐസിയുടെ 4th പിന്നും സെക്കൻഡിൻ്റെ തന്നെ 3rd പിന്നും കൂടി തമ്മിലുള്ള ഒരു കണക്ഷനാണ്. ഓക്കെ, അപ്പം അത് രണ്ടും ആ സെക്കൻഡ് വരുന്ന ഐസിയിൽ വരുന്ന കണക്ഷനാണ്. സെക്കൻഡ് ഐസിയുടെ 4th പിന്നും സെക്കൻഡിൻ്റെ തന്നെ 3rd പിന്നും കൂടിയുള്ള കണക്ഷൻ. ഓക്കെ, അത്രയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കുള്ള കണക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ്, 2 ഇൻപുട്ട് കൊടുക്കേണ്ടി വരും. ഒരു ക്ലോക്ക് കണക്ഷൻ കൊടുക്കേണ്ടി വരും. അതോടൊപ്പം 2 ഔട്ട്പുട്ട് കണക്ഷനും നമുക്ക് കൊടുക്കേണ്ടി വരും. ഇനി നമുക്കുള്ളൊരു ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് ഈ പറയുന്നത് പോലുള്ള ഔട്ട്പുട്ട് വരുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യണം. നമുക്കിപ്പോൾ QN+1 മാത്രമാണ് ട്രൂത്ത് ടേബിളിലുള്ളത്. നമുക്ക് QN+1 ബാർ അതിൻ്റെ കോംപ്ലിമെൻറ്റും കൂടി ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യാം. 2 ഇൻപുട്ടാണ് വേണ്ടുന്നത്, ജെയും കെയും. അതുപോലെ മോണോ പൾസർ, ഈ ഒരു റെഡ് ഉണ്ടല്ലോ, അതിൽ നിന്നാണ് നമ്മൾ ക്ലോക്ക് ഹൈ ആണ് അവിടെ നിന്ന് വരുന്ന ക്ലോക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ മോണോ പൾസറിൽ ക്ലോക്കിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കണക്ഷൻ ചെയ്യുക. ഇനി ഈ ഒരു സ്വിച്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുന്നത്, പ്രസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് VCC കണക്ഷൻ ഓക്കെ, 2 ഔട്ട്പുട്ടാണ് നമുക്ക് വേണ്ടത്. QN+1ഉം QN+1 കോംപ്ലിമെൻറ്റും അതുപോലെ VCC ഗ്രൗണ്ട് കണക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ബോർഡിൽ നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി VCC എവിടെയാണ്, 2 ഐസിയുടെയും 14th പിന്ന് ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഏതെങ്കിലും 14th പിന്നിൽ കണക്ട് ചെയ്താൽ 2 ഐസിക്കും VCC കണക്ഷൻ കിട്ടിക്കോളും. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രൗണ്ട് കണക്ഷൻ 7th പിന്നിൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അത്ര ആയപ്പോൾ VCC ഗ്രൗണ്ട് കണക്ഷൻ ചെയ്തു. ഇനി നമുക്ക് ക്ലോക്ക് കണക്ഷൻ കൊടുക്കണം. ക്ലോക്ക് എവിടെയാണ് കൊടുക്കേണ്ടത്, 2 ഐസിയുടെയും പിന്നുകൾ നമ്മൾ ഓൾറെഡി ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2, 4 ആ ഒരു പിന്നിലേക്ക് ഒന്നിൽ 2-ലോ അല്ലെങ്കിൽ 4-ലേക്കോ നമുക്ക് ആ ഒരു ക്ലോക്ക് ഇൻപുട്ട് കൊടുക്കാവുന്നതാണ്. ഇനി എന്താണ്, നമുക്ക് J കൊടുക്കേണ്ടത് ഏത് പിന്നിലാണ്, ഫസ്റ്റ് ഐസിയുടെ ഫസ്റ്റ് പിന്നിൽ തന്നെയാണ് നമ്മൾ J എന്നുള്ള പിന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. സോ ഫസ്റ്റ് J എന്നുള്ള ഇൻപുട്ട് ഫസ്റ്റ് ഐസിയുടെ ഫസ്റ്റ് പിന്നിൽ കൊടുത്തു. ഇനി K എവിടെയാണ് കൊടുക്കേണ്ടത്, K ഫസ്റ്റ് ഐസിയുടെ 5th പിന്നിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു
പിന്നെ മീൻസ് ഫിഗർ വെച്ചിട്ട് നമ്മൾ പറയുന്ന പോയിൻറ്റ്സിൽ എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ഷൻസ് ചെയ്യുന്നു. അടുത്തിരിക്കുന്ന ലീഡ്സുകൾ തമ്മിൽ ടച്ച് ചെയ്യാതെ നോക്കുക. പ്രോപ്പറായിട്ട് വയർ ചെയ്താലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, ഒത്തിരി വയേഴ്സൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് വഴി നമുക്ക് എന്താണ് ചില സമയത്ത് അതൊരു കിട്ടാനൊരു ബുദ്ധിമുട്ട് ഈ വയേഴ്സ് അത്രയും കൂടി നിൽക്കുന്നുണ്ടുള്ള ഒരു പ്രശ്നം കൊണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ ഈ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. ഓക്കെ, നമ്മൾ കെയുടെ പിന്നെ നമ്മൾ 5th പിന്നിൽ കൊടുക്കുകയാണ്. ഓക്കെ, ഇത്ര ആയപ്പോഴേക്കും നമ്മുടെ ഇൻപുട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി 2 ഔട്ട്പുട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ട്രൂത്ത് ടേബിളിൽ നമ്മൾ Qn+1 മാത്രമാണ് ട്രൂത്ത് ടേബിളിൽ എഴുതിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഔട്ട്പുട്ടിൽ Qn+1ഉം അതിൻ്റെ കോംപ്ലിമെൻറ്റും കണക്ട് ചെയ്യുന്നുണ്ട്. Qn+1ൽ എന്താണോ കിട്ടുന്നത് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കും നമുക്ക് എവിടെ കിട്ടുക, Qn+1 ബാറിൽ കിട്ടുക. അപ്പോൾ അതും ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, Qn+1 കോംപ്ലിമെൻറ്റ് എന്നുള്ള ഔട്ട്പുട്ടും കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്ര ആയപ്പോഴേക്കും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ടുണ്ട്. Qn+1 ബാറും കണക്ട് ചെയ്തു, Qn+1ഉം കണക്ട് ചെയ്തിട്ടുണ്ട്. JK, ക്ലോക്ക്, VCC, ഗ്രൗണ്ട് കണക്ഷൻസ് ഇതെല്ലാം നമ്മൾ വയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ്, നമുക്ക് ഇത് വെച്ചിട്ട് ട്രൂത്ത് ടേബിൾ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം ജെയും കെയും കൊടുത്തിട്ടുണ്ട്. Qn+1, Qn+1 ബാർ, VCC, ഗ്രൗണ്ട്, അതോടൊപ്പം ക്ലോക്ക്, മോണോപൾസർ ഹൈ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കിയേ, നമ്മുടെ 2 ഇൻപുട്ടും 0 കണ്ടീഷനിലാണ്. ആ സമയത്ത് നമുക്ക് എന്തോ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു 0 കണ്ടീഷൻ കൊടുക്കുമ്പോൾ പ്രീവിയസ് എന്തായിരുന്നോ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നത് അതായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ വരിക എന്നുള്ളത്. അപ്പോൾ പ്രീവിയസ് എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും വരിക. അപ്പം 0 കണ്ടീഷൻ, അതുകൊണ്ടാണ് നമ്മൾ Qn എന്ന് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. പ്രസൻറ്റ് കണ്ടീഷൻ Qn+1 ആണെങ്കിൽ അതിന് മുന്നിലുള്ള കണ്ടീഷൻ എന്തായിരിക്കും, Qn ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഈ 0 കൊടുക്കുമ്പോൾ പ്രീവിയസ് കണ്ടീഷൻ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ അതിൻ്റെ തൊട്ടടുത്തുള്ള ഇൻപുട്ട് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. അതായത് ഫസ്റ്റ് ഇൻപുട്ട് 0, സെക്കൻഡ് ഇൻപുട്ട് 1 കൊടുത്ത് നോക്കാം. 0യും 1ഉം കൊടുത്തിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കാൻ മാത്രമല്ല, ഇൻപുട്ട് കൊടുത്തിട്ട് അതോടൊപ്പം ട്രിഗർ ചെയ്യാനായിട്ടൊരു ക്ലോക്ക് പൾസും കൂടി കൊടുത്താൽ മാത്രമേ നേരത്തെ സ്റ്റോർ ആയിരുന്ന ഡേറ്റ് ചേഞ്ച് ആകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇൻപുട്ട് 0, 1 കൊടുത്തു, അതോടൊപ്പം ക്ലോക്കും കൂടി കൊടുത്താൽ മാത്രമേ നമുക്ക് പുതിയ നേരത്തെ ഉണ്ടായിരുന്ന ഡേറ്റ മാറിയിട്ട് പുതിയ ഔട്ട്പുട്ട് വരത്തുള്ളൂ. ഓക്കെ, 0, 1 കണ്ടീഷനിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്താണ് വന്നേക്കുന്നത്, 0 ആണ് വന്നേക്കുന്നത്. തൊട്ടപ്പുറത്തിരിക്കുന്ന ഇതാണ് Qn+1ൻ്റെ ഇത്, അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ 0, 1 കണ്ടീഷനിൽ നമ്മുടെ ഔട്ട് 0 ആണ് കിട്ടിയിട്ടുള്ളത്, കോംപ്ലിമെൻറ്റ് 1ഉം ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടീഷൻ നോക്കാം. ഫസ്റ്റ് ഇൻപുട്ട് 1ഉം സെക്കൻഡ് ഇൻപുട്ട് 0യും ആണെങ്കിൽ നമ്മൾ ഇൻപുട്ട് സെറ്റ് ചെയ്തു. ഇൻപുട്ട് സെറ്റ് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് മാറിയില്ല, അത് നമുക്ക് കാണാൻ പറ്റും. ക്ലോക്കും കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ, ക്ലോക്ക് പൾസും കൂടി കൊടുത്ത് ട്രിഗർ ചെയ്യിച്ചാൽ മാത്രമേ നേരത്തെ ഉണ്ടായിരുന്ന ഔട്ട്പുട്ട് ചേഞ്ചായി പുതിയ ഔട്ട്പുട്ട് ലോഡ് ആവുള്ളൂ. 1, 0യിൽ നമുക്ക് എന്താണ് ഔട്ട് കിട്ടിയത്, 1 ആണ് കിട്ടിയത്. അപ്പോൾ 0, 1 കണ്ടീഷനും 1, 0 കണ്ടീഷനും നമ്മൾ ചെക്ക് ചെയ്തു. ഇനി നമുക്ക് ഇപ്പോൾ 0, 1 ഞാൻ കൊടുത്തിട്ട് ക്ലോക്ക് പ്രസ് ചെയ്തപ്പോൾ ഔട്ട്പുട്ട് 0 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 0 കണ്ടീഷൻ ചെക്ക് ചെയ്യാം. അതായത് 0, 1 ഞാൻ ഇപ്പോൾ ചെയ്ത് വച്ചേക്കാണ്. പ്രസൻ്റ്ലി എനിക്ക് 0, 1ൽ 0 ആണ് ഔട്ട് കിട്ടിയത്. ഇനി ഞാൻ 0 എന്നുള്ള ഇൻപുട്ട് കൊടുത്താൽ പ്രീവിയസ് ഞാൻ എന്താണോ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ഔട്ട്പുട്ടായിരിക്കും കിട്ടുക. അതായത് 0, 1ൽ ഞാൻ 0 ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി ഞാൻ 0 കൊടുത്താൽ പ്രീവിയസ് ഞാൻ ചെയ്തിരുന്ന അതേ ഔട്ട്പുട്ട് കണ്ടീഷനിൽ തന്നെയായിരിക്കും നിൽക്കുന്നത് അല്ലേ. ഇനിയിപ്പോൾ നോക്കിയേ, 1, 0 കൊടുത്ത് ക്ലോക്ക് കൊടുക്കുമ്പോൾ എൻ്റെ ഔട്ട്പുട്ട് എന്ത് വന്നു, എനിക്ക് Q ഔട്ട്പുട്ട് 1, 0ൽ 1 വന്നുവെങ്കിൽ ഇനി ഞാൻ 0 കൊടുത്താൽ പ്രീവിയസ് ഞാൻ ചെയ്തു വെച്ചിരുന്ന ഈ കണ്ടീഷനിൽ നിൽക്കണം അല്ലേ. 0 കൊടുത്തു, ക്ലോക്ക് അപ്ലൈ ചെയ്താൽ തൊട്ട് മുന്നേ ഞാൻ ചെയ്തു നിന്നിരുന്ന അതേ കണ്ടീഷനിലായിരിക്കും ഔട്ട്പുട്ട് നിൽക്കുക.
സോ അതാണ് പ്രീവിയസ് കണ്ടീഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 0, 1 10 കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യാൻ. ഇനി 1 കൊടുക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? QN കോംപ്ലിമെൻ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് പ്രീവിയസ് നമ്മൾ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട്, ടോഗിൾ ചെയ്ത ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുക. അതായത് ഇപ്പോൾ 10ൽ എൻ്റെ ഔട്ട്പുട്ട് 1 ആണെങ്കിൽ ഇനി എനിക്ക് 1 കൊടുക്കുമ്പോൾ എന്താണ് കിട്ടേണ്ടത്? ടോഗിൾ ചെയ്ത ഔട്ട്പുട്ട്, അതായത് ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേറ്റിൻ്റെ ടോഗിൾ ചെയ്ത ഔട്ട്പുട്ടായിരിക്കും വരേണ്ടത്. നോക്കിയേ, 1 കൊടുത്തിട്ട് ക്ലോക്ക് കൊടുത്തപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് ദാറ്റ് ഈസ് 0 കിട്ടി. അപ്പം അതാണ് ആ ടോഗിൾ സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 0, 1 നമ്മളിങ്ങനെ എന്ത് ചെയ്യുന്നു? ഓരോ കണ്ടീഷനും മാറ്റിക്കൊടുത്ത് നോക്കുന്നു. 1 0 കൊടുത്തു, ക്ലോക്ക് പ്രസ് ചെയ്തപ്പോൾ എനിക്ക് 1 കിട്ടി. 0 0 കൊടുത്തിട്ട് ക്ലോക്ക് പ്രസ് ചെയ്താൽ പ്രീവിയസ് എന്താണോ ഉണ്ടായിരുന്നത് അതിൽ തന്നെ നിൽപ്പുണ്ട്. ഇനി 1 കൊടുക്കുമ്പോൾ പ്രീവിയസിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് കിട്ടുന്നത്. പ്രീവിയസ് എനിക്കവിടെ 1 ആയിരുന്നു എങ്കിൽ ഇനി 1 കൊടുത്താൽ 0 ആണ് ഔട്ട് കിട്ടുക. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് കോംപ്ലിമെൻ്റ് ചെയ്ത് വരുന്ന പ്രീവിയസ് കണ്ടീഷൻ്റെ കോംപ്ലിമെൻ്റ് ഔട്ട്പുട്ട് വരുന്നതെന്നും പ്രീവിയസ് കണ്ടീഷൻ എങ്ങനെയാണ് വരുന്നതെന്നും അറിയണമെങ്കിൽ നമ്മൾ ഇടയ്ക്കുള്ള ആ 2 കണ്ടീഷൻ 0 1 1 0 എന്നുള്ള ഏതെങ്കിലും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രീവിയസ് കണ്ടീഷനിലാണോ നിൽക്കുന്നതെന്ന് അറിയാനായിട്ട് 0 0 ഇൻപുട്ട് കൊടുത്തു നോക്കാം. അതുപോലെ 1 കൊടുക്കുമ്പോൾ പ്രീവിയസ് എന്താണോ നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും കിട്ടുക. താങ്ക്സ് ഫോർ വാച്ചിങ്.